നമസ്കാരം. കൗമുദി ടിവിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിനായ മിനാർ TMT ബാലറ്റ് ന്യൂസ് സംപ്രേഷണം ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന ദിവസം വരെ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് മിനാർ TMT ബാലറ്റ് ന്യൂസ് കാണാം. നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആദ്യം, പിണറായിക്ക് വോട്ട് തേടി VS ധർമ്മടത്ത്. തനിക്കെതിരായ പിണറായിയുടെ വിവാദ പരാമർശങ്ങൾ തൊടാതിരുന്ന പ്രസംഗത്തിൽ UDFന് രൂക്ഷ വിമർശനം. UDF മന്ത്രിമാർക്കെതിരെ 136 അഴിമതി കേസുകൾ. UDFന്റെ പ്രകടന പത്രിക വായിച്ച് ചിരി അടക്കാനായില്ലെന്നും VS. LDF വന്നാൽ ആദ്യം ശരിയാക്കുന്നത് VSനെ ആയിരിക്കുമെന്ന് VM സുധീരന്റെ പരിഹാസം. ഇടതുമുന്നണി വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായത് ഇപ്പോൾ. CPM അസഹിഷ്ണുതയുടെ പര്യായമായി. BJPയും CPMും ഒരേ നാണയത്തിന്റെ വശങ്ങളെന്നും സുധീരൻ. CPMൽ തമ്മിൽ തല്ല് എന്ന വിമർശനവുമായി തലസ്ഥാന ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പര്യടനം. 5 വർഷം ഭരിച്ചിട്ടും തനിക്കെതിരെ ഒരു മന്ത്രി പോലും ഒന്നും പറഞ്ഞിട്ടില്ല. ജില്ലയിലെ പ്രചരണത്തിൽ അതിവേഗം ബഹുദൂരം പിന്നിട്ട് ഉമ്മൻചാണ്ടി. പശ്ചിമ ബംഗാളിൽ ഒളിപ്പിച്ചുവച്ച കോൺഗ്രസ് സഖ്യത്തിന്റെ മറ നീക്കി CPM സംസ്ഥാന ഘടകം. ഭൂരിപക്ഷം ലഭിച്ചാൽ കോൺഗ്രസുമായി ചേർന്ന് സർക്കാരുണ്ടാക്കുമെന്ന് മുതിർന്ന നേതാക്കൾ. സഖ്യം സംബന്ധിച്ച വിവാദങ്ങൾക്കിടെ ബംഗാളിൽ ഇന്ന് 3ാം ഘട്ട പോളിംഗ്. ആക്രമണങ്ങളിൽ 1 മരണം. തിരുവനന്തപുരത്ത് നിന്ന് രാജ്യസഭയിലേക്ക് സുരേഷ് ഗോപിക്ക് BJPയുടെ ഡയറക്ട് ഫ്ലൈറ്റ്. വിജയമുറപ്പില്ലാത്ത മണ്ഡലത്തിൽ മത്സരിച്ചു തോൽക്കാനില്ലെന്ന് തീരുമാനം. ആക്ഷൻ നായകന് നൽകിയത് തിളക്കമുള്ള കൈനീട്ടം. തന്റെ രാജ്യസഭാംഗത്വം കേരളത്തിന് നരേന്ദ്രമോദിയുടെ പാരിതോഷികമെന്ന് സുരേഷ് ഗോപി. മദ്യനയത്തിൽ LDFനെതിരെ മുഖ്യമന്ത്രിയും UDFും നടത്തുന്നത് നുണപ്രചരണമെന്ന് ബിനോയ് വിശ്വം. ഇടതുമുന്നണി മദ്യവർജനം നടപ്പിലാക്കും. സർക്കാർ ഭൂമി ചുളുവിലേക്ക് വിറ്റ് മദ്യരാജാക്കന്മാർക്ക് UDF ഒത്താശ ചെയ്യുന്നുവെന്നും ബിനോയ്. CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ സാക്ഷാൽ പിണറായി വിജയനെ വീട്ടുതേടി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇന്ന് ധർമ്മടം മണ്ഡലത്തിൽ എത്തി. VSന് അപ്രഖ്യാപിത വിലക്കുള്ള മണ്ഡലമാണ് ധർമ്മടം എന്ന് നമുക്ക് അറിയാം. VSന്റെ രാഷ്ട്രീയ പൊതുപരിപാടികൾ അത്ര സാധാരണമല്ല ധർമ്മടം മണ്ഡലത്തിൽ. പക്ഷേ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. ഒരുമിച്ച് ഉള്ള പ്രചരണത്തിന് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കെ VS പിണറായി വിജയന് വോട്ട് തേടി ധർമ്മടത്ത് എത്തുമ്പോൾ ഇന്നലത്തേതിൽ നിന്ന് അപ്രതീക്ഷിതമായ ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ട്. കാരണം ഇന്നലെയാണ് പിണറായി വിജയൻ VSന് എതിരെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ, ആലപ്പുഴ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പാസാക്കിയ പ്രമേയത്തിന് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഇന്നലെയാണ്. ആ പ്രസ്താവന വിവാദമായതിനെ തുടർന്ന് അദ്ദേഹം വൈകുന്നേരത്തോടെ അതിൽ നിന്ന് ചെറിയ ഒരു മലക്കം മറിച്ചിൽ നടത്തി. എങ്കിലും ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ധർമ്മടം മണ്ഡലത്തിലെ ചക്കരക്കല്ലിൽ VS പ്രചരണത്തിന് എത്തിയത്. പക്ഷേ തനിക്കെതിരെ പിണറായി വിജയൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ തൊടാതെ, അതിലൊന്നും ഒരു പ്രതികരണവും പ്രകടിപ്പിക്കാതെ ആയിരുന്നു വളരെ ഹ്രസ്വമായ VSന്റെ പ്രസംഗം. UDFനെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ കടന്നാക്രമിക്കുന്നതായിരുന്നു VSന്റെ പ്രസംഗം. 136 കേസുകൾ ആണ് മന്ത്രിമാർക്ക്, UDF മന്ത്രിമാർക്ക് എതിരെ എന്ന് അദ്ദേഹം ആരോപിച്ചു. മന്ത്രി ജയലക്ഷ്മി ഒഴികെ മറ്റെല്ലാവർക്കും എതിരെ അദ്ദേഹം രൂക്ഷമായ വിമർശനങ്ങൾ ചൊരിഞ്ഞു. ജയലക്ഷ്മി ഒഴികെ മറ്റെല്ലാവരും അഴിമതിക്കാരാണ് എന്ന് മാത്രമല്ല, UDFന്റെ പ്രകടന പത്രിക വായിച്ചപ്പോൾ തനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നും VS. വിശദമായ റിപ്പോർട്ട്. സംസ്ഥാനത്തെ താരമണ്ഡലങ്ങളിലൊന്നായ ധർമ്മടത്ത് മറ്റൊരു താരം എത്തിയതിന്റെ ആവേശത്തിലായിരുന്നു ഇന്ന് ചെമ്പട. സഖാവ് പിണറായി വിജയന് അഭിമാനകരമായ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണമെന്ന VSന്റെ പ്രസംഗം നിറഞ്ഞ കയ്യടിയോടെയാണ് അണികൾ സ്വീകരിച്ചത്. ഉമ്മൻചാണ്ടിയുടേത് അഴിമതി സർക്കാരെന്നും മന്ത്രിമാർ അഴിമതി കേസിലെ പ്രതികളെന്നും VS പറഞ്ഞു. മന്ത്രിസഭയിൽ PK ജയലക്ഷ്മി ഒഴികെ മറ്റെല്ലാവർക്കുമെതിരെ 136ലധികം കേസുകൾ നിലനിൽക്കുന്നു. UDF പ്രകടന പത്രിക വായിച്ച് ചിരിയടക്കാനായില്ലെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. അതേസമയം പിണറായി വിജയൻ നടത്തിയ വിവാദ പ്രസ്താവനയെക്കുറിച്ച് VS യോഗത്തിൽ മിണ്ടിയില്ല. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വിഭാഗീയത വീണ്ടും വിഷയമാകുന്നതിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവും അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന മുഖാമുഖം പരിപാടിയിലാണ് VSന് പാർട്ടി വിരുദ്ധ മനോഭാവമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാസാക്കിയ പ്രമേയം നിലനിൽക്കുന്നുവെന്ന് പിണറായി പറഞ്ഞത്. പ്രസ്താവന വിവാദമായതോടെ പാർട്ടിയിൽ ഭിന്നത ഉണ്ടാക്കാൻ ആരും ശ്രമിക്കേണ്ടെന്ന് പിണറായി തിരുത്തം നൽകി. ന്യൂസ് ബ്യൂറോ, കൗമുദി. സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്നതായിരുന്നു ഇന്ന് ധർമ്മടം മണ്ഡലത്തിൽ VSന്റെ പ്രസംഗം. കാരണം ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് VS ധർമ്മടത്ത് പ്രചരണത്തിന് എത്തിയത്. ഇന്നലെ പിണറായി വിജയൻ നടത്തിയ വിവാദ പ്രസ്താവനകളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് നേരിട്ട് ചോദിക്കാം. VSന്റെ പ്രചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് നമുക്ക് വേണ്ടി OC മോഹൻരാജിനെ നമുക്ക് ടെലിഫോണിൽ ഒന്ന് ബന്ധപ്പെടാം. OC മോഹൻരാജ് കേൾക്കാമോ? ഹലോ മോഹൻരാജ് കേൾക്കാമല്ലോ? കേൾക്കാം. ഇന്ന് രാവിലെ ആയിരുന്നല്ലോ ധർമ്മടത്ത് VSന്റെ പ്രസംഗം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും തൊടാതെ ആയിരുന്നു രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. പക്ഷേ അതിനുശേഷം ഫേസ്ബുക്കിൽ ഇതിൻ്റെ മറുപടി VS പോസ്റ്റ് ചെയ്തു. കാരണം ഇത്തരം പ്രതികരണങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ VSന്റെ പ്രതികരണം ഉണ്ടായിരുന്നു.
ഇന്ന് മാധ്യമങ്ങളിലേക്ക് ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന വന്നപ്പോൾ ഇത് മണ്ഡലത്തിൽ എന്തുമാത്രം അണികൾക്കിടയിലും മറ്റും ഒക്കെ എന്ത് പ്രതികരണം ഉണ്ടാക്കി? കാലത്ത് മുതൽ തന്നെ നല്ല ആവേശം തന്നെയായിരുന്നു. ഒരുപാട് ജനങ്ങൾ അവിടത്തേക്ക് ഒഴുകി എത്തിയിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ജനസഞ്ചയം അവിടെ രാവിലെ തന്നെ VS-നെ കാണാനും കേൾക്കാനും എത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ നടത്തിയ പരാമർശങ്ങളൊന്നും തന്നെ അവിടെ വേണ്ടത്ര സിപിഎമ്മിനെ സംബന്ധിച്ച് സിപിഎമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പിണറായി മത്സരിക്കുന്ന ധർമ്മടത്തെ വിജയം അനിവാര്യം എന്നല്ല, അതിലും അത്യാവശ്യം എന്ന് നമുക്ക് പറയേണ്ടി വരും. ധർമ്മടം മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളും ഭരിക്കുന്നത് CPM ആണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു മേന്മയായി, ഒരു നേട്ടമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സമുന്നതനായ നേതാവ് അതിന്റെ ഒരു മെച്ചം ഇത്തവണ ലഭിക്കും എന്നാണ്. നന്ദി മോഹൻരാജ് വാർത്തകളിൽ ചേർന്നതിന് നന്ദി. LDF വരും, എല്ലാം ശരിയാകും എന്നുള്ളത് ഇടതുമുന്നണിയുടെ ഇത്തവണത്തെ പരസ്യവാചകം, തെരഞ്ഞെടുപ്പിന്റെ പരസ്യവാചകമാണ് എന്ന് നമുക്കറിയാം. ഈ പരസ്യവാചകത്തിൽ പിടിച്ചായിരുന്നു ഇന്ന് VM സുധീരന്റെ പരിഹാസം. ഇന്നലത്തെ പിണറായി വിജയന്റെ വിവാദ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ LDF വന്നാൽ ആദ്യം ശരിയാക്കുന്നത് VS-നെ ആയിരിക്കും എന്നായിരുന്നു ഇന്ന് VM സുധീരന്റെ പരിഹാസം. സ്വന്തം പാർട്ടിയിലെ നേതാവിനോട് പോലും സഹിഷ്ണുത ഇല്ലാത്തവർ എങ്ങനെ ജനങ്ങളോട് സഹിഷ്ണുത കാണിക്കും എന്ന് VM സുധീരൻ ചോദിച്ചു. മാത്രമല്ല CPM അസഹിഷ്ണുതയുടെ പര്യായപദമായി മാറി എന്നും BJP-യും CPM-ഉം ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ മാത്രമാണ് എന്നും സുധീരൻ പരിഹസിച്ചു. സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ പോലും അംഗീകരിക്കാൻ, ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ എങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ഒന്നായി കാണും എന്നൊരു ചോദ്യം ഏറെ പ്രസക്തമായി ഉയർന്നു വന്നിരിക്കുകയാണ്. LDF വന്നാൽ എല്ലാം ശരിയാകും എന്നുള്ള മുദ്രാവാക്യം, അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് വ്യക്തമാകുന്നത്. LDF വന്നാൽ ആദ്യം ശരിയാക്കുന്നത് VS-നെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്നുള്ളത് കൃത്യമായി ഏവർക്കും മനസ്സിലാകുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മിനാർ TMT ബാലറ്റ് ന്യൂസിൽ ഇനിയൊരു ചെറിയ ഇടവേള.